ഹലോ ഫ്രണ്ട്സ്, നമ്മൾ നിൽക്കുന്നത് ഇത് കണ്ട ഒരു ക്രിക്കറ്റ് മൈതാനത്തിലാണ്. എന്താ ഇപ്പോൾ ക്രിക്കറ്റിൻ്റെ പ്രത്യേകത അല്ലേ? പക്ഷേ ഇവിടെ ഇപ്പം നടക്കാൻ പോകുന്നത് ഒരു വിമൻസ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലാണ്. അതുപോലെ തന്നെ മെൻസിൻ്റെ ഉണ്ട്, നമുക്കതും കാണാം. അപ്പോൾ വിമൻസ് ക്രിക്കറ്റിൻ്റെ ഫിനാലയുടെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിശീലനം നടക്കുന്നുണ്ട്. അപ്പുറത്ത് മാച്ച് ഒഫീഷ്യൽസിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. പിച്ചെല്ലാം റെഡിയായി കളിക്ക് തയ്യാറായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ടീമുകൾ രണ്ടും വന്നു തുടങ്ങി. ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടാണ് തുടങ്ങുന്നത്. ഫോട്ടോക്ക് പോസ് ചെയ്തു. യെസ്, ഒരു പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ് ഇവർ തമ്മിൽ നടക്കാൻ പോകുന്നത്. 5 ടീമുകളിൽ നിന്ന് ബാക്കിയായിട്ടുള്ള 2 ടീമുകളാണ്. ഓക്കെ, ഇവർ തമ്മിലുള്ള കളികളുടെ കുറച്ച് നിമിഷങ്ങൾ നമുക്ക് കാണാം. ഇവിടെ നമ്മൾ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കളിക്കുന്നവരെല്ലാം മോംസാണ്. എല്ലാവരും 1 or 2 ഒക്കെ കുട്ടികളുടെ അമ്മമാരാണ് ഇവിടെ കളിക്കുന്നത്. മലയാളി മോംസ് മിഡിൽ ഈസ്റ്റിൻ്റെ അംഗങ്ങൾ മാത്രമാണ് ഈ ഒരു കളിയിൽ പങ്കെടുക്കുന്നത്. 4 overs completed and now we have Jubi with the ball. They are having a chat and they have some adjustments on the field. രണ്ട് കാറ്റഗറിയുടെയും ട്രോഫികളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെൻസ് ക്രിക്കറ്റ് ടീമിൻ്റെ ഫൈനൽ നടക്കാൻ പോകുന്നു. ഇവിടെ പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ MMEയുടെ ആളുകളായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. ഗുഡ് ഈവനിങ്. ആദ്യം മലയാളി മംസ് മിഡിൽ ഈസ്റ്റ് നടത്തുന്ന 4th ആനുവൽ സ്പോർട്സ് ഡേ ആണ്. അപ്പം പറഞ്ഞു വരുമ്പോൾ മലയാളി മംസ് മിഡിൽ ഈസ്റ്റ് തുടങ്ങിയിട്ട് ഇത് 4th ഇയർ ആണ്. അറൗണ്ട് 100 മെമ്പേഴ്സ് വെച്ച് തുടങ്ങിയ ഒരു വീട്ടമ്മമാരുടെ അല്ലെങ്കിൽ മലയാളി അമ്മമാരുടെ ഒരു ഗ്രൂപ്പാണ് മലയാളി മംസ് മിഡിൽ ഈസ്റ്റ്. അപ്പോൾ ഇന്ന് ഇവിടെ നടക്കുന്നത് ബത്തായ ഗ്രൗണ്ട് ഷാർജയിൽ നടക്കുന്നത് നമ്മുടെ MMEയുടെ 4th ആനുവൽ സ്പോർട്സ് ഡേയും കൂടാണ്ട് വിമൻസ് ക്രിക്കറ്റ് നമ്മൾ കളിക്കുന്ന ഇത് 3rd ഇയർ ആണ്. അപ്പോൾ വിമൻസ് ക്രിക്കറ്റ് ഇൻഡോർ ക്രിക്കറ്റ് എന്ന കൺസെപ്റ്റിൽ തുടങ്ങിയിട്ട് വിമൻസ് എന്ന് പറയുന്നില്ല, മദേഴ്സ് കളിക്കുന്ന ക്രിക്കറ്റ് ആദ്യമായിട്ട് ആ ഒരു കൺസെപ്റ്റ് ലോഞ്ച് ചെയ്യുന്നത് തന്നെ നമ്മളാണ്. അപ്പം ഇന്ന് അതിൻ്റെ സെമി ഫൈനലും ഫിനാലെയാണ് നടക്കുന്നത്. ഓഷ്യൻ പേൾസ് വേഴ്സസ് ഡെസേർട്ട് ക്വീൻസ്. അപ്പോൾ ഫിനാലെ നടക്കുന്നത്. ഞങ്ങൾക്ക് ഒരു കൾച്ചറൽ ഇവൻറ്റ്സിന് തന്നെയായിട്ടൊരു 5-6 പ്രോഗ്രാംസ് മെയിൻ ഇവൻറ്റ്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞങ്ങൾക്ക് 2019 മിസ്സസ് ഇന്ത്യ ഇൻ്റർനാഷണൽ ഫസ്റ്റ് സീസൺ, അതുപോലെ നമ്മുടെ ആനിവേഴ്സറി അനന്തര 2019, നെക്സ്റ്റ് മായാ വസന്തം, തരംഗം 2019. ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് സ്പോർട്സ് ഡേ ആണ്. ഇപ്പോൾ മത്സരം ഇതാ തീരാൻ പോവാണ്. ഫൈനൽ വിന്നിംഗ് ഷോട്ട് കാണാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കിട്ടില്ല. യെസ്, വിമൻസ് ഫിനാലെ കഴിഞ്ഞു. മെൻസിൻ്റെ ഫിനാലെ നടക്കാൻ പോകുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ചെറിയൊരു സമയം കളറിപ്പായിട്ട് അഭ്യാസം കാണാം നമുക്ക്. السلام عليكم ورحمة الله وبركاته. نرحب بكم في هذا الاجتماع الجميل وشكرا لحضوركم، وإن شاء الله تستمتعون باللعب وأتمنى لكم الخير والتوفيق. ഒന്നും മനസ്സിലായില്ലേ? അല്പ അറബിയൊക്കെ സംസാരിക്കുക, അത്രയേ ഉള്ളൂ. കാണാൻ ലുക്കില്ലെങ്കിലും നല്ല അറബിയാണ്. താങ്ക് യു ഫോർ കോളിംഗ് മീ, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. ആൻഡ് നല്ല കളിയും മാച്ചുമാണ്. ഫസ്റ്റ് ഞാൻ കേട്ടപ്പോൾ വെച്ച് കുറച്ച് അമേച്വർ ഗെയിം ആയിരിക്കും, പ്രൊഫഷണൽ ഗെയിമാണ്. കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. ട്രോഫിക്ക് വേണ്ടി മത്സരിക്കുന്ന 2 ടീമുകൾ, ഒന്ന് കത്തിൽ ഫ്രണ്ട്സ്, അതുപോലെ AMCC. 2 ക്യാപ്റ്റന്മാരാണ് നിൽക്കുന്നത്. നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് പ്രതീക്ഷകൾ.
മികച്ച കളി തന്നെയാണ് ഞങ്ങൾ ടൂർണമെൻറ്റിൽ മുഴുവൻ കാഴ്ചവെച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് കളിക്കുന്ന കത്തീൽ ഫ്രണ്ട്സ് അവരും നല്ല ടീം തന്നെയാണ്. ഇന്നെന്തായാലും മികച്ചൊരു മത്സരം തന്നെ എല്ലാവർക്കും പ്രതീക്ഷിക്കാം. സോ അറബ് ലീഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളീസ് മാത്രമല്ല, ഇതിൽ ഓൾ ഇന്ത്യയാണ്. അതുമാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ 2 ഇൻ്റർനാഷണൽ പ്ലെയേഴ്സിനും കൂടെ എടുക്കാം. ഇവിടെ പാകിസ്ഥാനി പ്ലെയേഴ്സ് കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സോ വി ഹാവ് വൺ ഓഫ് ദ ക്യാപ്റ്റൻസ്, കത്തീൽ ഫ്രണ്ടിൻ്റെ ക്യാപ്റ്റനാണ് മിസ്റ്റർ സൂര്യ. We will hope that we will win. Definitely we will win our, all the players will do a teamwork. Definitely we will win this match. About cricket.ae. Yeah, it's they are conducted really nice actually. For the 32 teams, conducting the 32 teams match is very difficult, but they have managed to do very nicely without any hurdles and all. Today we are in the final stage, so it's nice to see all the players over here. So all the participating teams are very nicely they have. So we are look for final would be the very good match. അങ്ങനെ മെൻസ് ടീമുകളുടെ ഗ്രാൻഡ് ഫിനാലെ നടക്കാൻ പോവാണ്. 2 ടീമുകളും നല്ല ആത്മവിശ്വാസത്തിൽ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു പ്രകടനം 2 ടീമിൻ്റെ ഭാഗത്തുനിന്നും കാണാം. അങ്ങനെ ഒഫീഷ്യൽസ് എല്ലാം വന്ന് പരിചയപ്പെട്ട് കളികൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കളിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം. ഞങ്ങൾ cricket.ae എന്ന് പറയുന്നൊരു ഗ്രൂപ്പ്, റെഡ് ഹാർട്ട് ടെന്നീസ് ബോൾ ലവേഴ്സ്, ഞങ്ങളൊരു 10-20 ടീമുകൾ ചേർന്ന് ആദ്യമായിട്ട് പ്ലാൻ ചെയ്ത് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. ഏകദേശം ഒരു 2 വർഷത്തിന് മേലെ ആയിട്ടുണ്ട് അല്ലേ? 2 വർഷത്തിന് മേലെ ഞങ്ങളൊരു 10-20 ടീമുകൾ വെച്ചിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് നിയർലി ഒരു 80+ ടീമുകൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. യു എയിൽ മാത്രം എന്ന് പറഞ്ഞാൽ മെയിൻലി കോൺസെൻട്രേറ്റിംഗ് ഓൺ ദുബായ് ഷാർജ, ഓൺലി ഇൻ ദുബായ് ഷാർജ. ഞങ്ങളൊരു 3 മാസം മുമ്പ് അത് ഇതിൻ്റെ ഫസ്റ്റ് സീസണാണ്. അതിന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് അറബ് എമിറേറ്റ്സ് പ്രീമിയർ ലീഗ് എന്നാണ്. അറബ് എമിറേറ്റ്സ് പ്രീമിയർ ലീഗ് സീസൺ 1 അതിൻ്റെ ഫൈനലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 32 ടീമുകൾ പങ്കെടുത്ത്, അതുപോലെ തന്നെ 5 വിമൻസ് ടീം പങ്കെടുത്ത്. അത് 5 വിമൻസ് ടീമും ദുബായിലെ തന്നെ ഏറ്റവും വലിയ മലയാളി കൂട്ടായ്മയായ മലയാളി മോംസ് മിഡിൽ ഈസ്റ്റിൻ്റെ 5 ടീമുകളാണ് ഇവിടെ. ഈ ഒരു ഐഡിയ മുന്നോട്ട് കൊണ്ടുവരാൻ എല്ലാവരുടെ ഒപ്പം കൂടെ നിന്ന് തുടങ്ങി വെച്ചു എന്ന് മാത്രം. പക്ഷേ ഈ നിൽക്കുന്ന എല്ലാവരുടെയും, അതുപോലെ ഷാക്കിർ, അതുപോലെ തന്നെ സഹദ്, ഷഫീർ, വിഷ്ണു, ഇങ്ങനെ ഒരുപാട് പേരുടെ ഇത് വളരെ കുറച്ച് ആൾക്കാരാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മിറ്റി, ഒരു ടൂർണമെന്റ് നടത്തണം എന്നുള്ള രീതിയിൽ നമ്മളൊരു കമ്മിറ്റി മാത്രം രൂപീകരിച്ചാണ്. പക്ഷേ ഇതിൽ പങ്കെടുത്ത ഓരോ ആൾക്കാരും, പങ്കെടുക്കാത്തവരും, cricket.aeയിലുള്ള ഏകദേശം ഒരു 80ഓളം ടീമുകളുടെ ഒരുമിച്ചുള്ള ഒരു എഫേർട്ടും കൂടിയാണ് വേണമെങ്കിൽ അറബ് എമിറേറ്റ്സ് പ്രീമിയർ ലീഗ് എന്ന് പറയാം. അറബ് എമിറേറ്റ്സ് പ്രീമിയർ ലീഗിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് കറന്റ്ലി ഇൻ UAE റെഡ് ഹാർട്ട് ടെന്നീസിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രൈസ് മണിയാണ്. ഇൻഷാ അല്ലാഹ് ഞങ്ങളത് വരും സീസണുകളിൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ നമുക്ക് 32 ടീമുകളെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിഷമമുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു കോൺടാക്ട് ചെയ്യാം. പുതിയൊരു സീസൺ വരുമ്പോൾ അതായത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ cricket.ae എന്ന് പറഞ്ഞിട്ട് പേജ് ഉണ്ട്, അതിൽ നമ്മൾ കംപ്ലീറ്റ് അപ്ഡേറ്റ്സ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പേജിന്റെ ലിങ്ക് ഞാൻ ഈ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് അതെല്ലാം ഇനി കോൺടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അന്ന് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷാക്കിർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും, അതായത് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഉദ്ദേശം.
അങ്ങനെ കത്തീൽ ഫ്രണ്ട്സ് വിജയത്തിൻ്റെ വഴിയിലാണ്. അവസാന ബോളുകളിലാണ്. ഇതൊരു വിക്കറ്റ് വീണ് കഴിഞ്ഞാൽ ഇതോടുകൂടി കളി കഴിഞ്ഞു. യെസ്, വിക്കറ്റ് വീണു. അങ്ങനെ മെൻസ് ഗ്രാൻഡ് ഫിനാലെയും ഇവിടെ അവസാനിച്ചു. ഇനി നമുക്ക് ആഘോഷങ്ങളും അതുപോലെ പോസ്റ്റ് മാച്ച് സെറിമണീസും കാണാം. ഓക്കെ, അപ്പോൾ എൻജോയ് എന്ന് വിചാരിക്കുന്നു. ഒരു വ്യത്യസ്തമായൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ്യും. താങ്ക് യു സോ മച്ച്. Sugesh took 27 wickets with 11 innings, with the average of economy 5.72 and average of